സാർ ഈ സിമി, NDF, അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ട്, ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയം ജനിപ്പിക്കുന്ന സംഘടനകളായിരുന്നു. അപ്പോൾ ഏറ്റവും ഒടുവിൽ പല പേരുകൾ മാറി മാറി പോപ്പുലർ ഫ്രണ്ടിലേക്ക് എത്തുന്നു. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ക്രമസമാധാന നിലയെ തകർക്കുന്നത്, അല്ലെ സാധാരണ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന, ഇതൊക്കെ തന്നെ ഇടതുമുന്നണി സർക്കാരിന് അറിയാമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇക്കാര്യം നേരിട്ട് പറയുകയാണ്, കേരളത്തിലെ LDF സർക്കാരിന് അറിയാമായിരുന്നിട്ടും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്നില്ല. ഒടുവിൽ കേന്ദ്ര സർക്കാർ ആ സംഘടനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തുകയാണ് ഉണ്ടായത്. ശരിക്കും ഇക്കാര്യങ്ങളൊക്കെ പോലീസിനും സർക്കാരിനും അറിയാമായിരുന്നു? പിന്നെ അറിയായിരുന്നല്ലോ, പോലീസിൽ തന്നെ പച്ച വെളിച്ചം ഗ്രൂപ്പ് ഉണ്ടായിരുന്നതല്ലേ. അതെ. ഒന്ന്, നമ്മൾ ഈ ആസൂത്രിതമായ രീതിയിൽ ഇസ്ലാമിക ടെറർ ഗ്രൂപ്പുകൾക്ക് വഴങ്ങുന്ന ഒരു ജീവിത സമ്പ്രദായം കേരളത്തിൽ വളർത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച പിരീഡൊക്കെ കുറച്ച് കൊടുത്തത്. മലപ്പുറത്ത് പല സ്കൂളുകളിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ റംസാൻ മാസം അവധി കൊടുത്ത് എന്നിട്ട് പകരം മാറ്റണം. അപ്പോൾ ഒരു സംസ്ഥാനത്ത് ഒരു പൊതു നിയമം ഉണ്ടാക്കിയിട്ട് ആ പൊതു നിയമത്തിൽ മാറ്റം വരുത്തി ഒരു വിഭാഗത്തെ പരിരക്ഷിക്കുകയും പ്രീണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു രീതി കേരളത്തിൽ പണ്ട് മുതലേ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് ഒടുങ്ങിയതല്ലത്. അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുട്ടികളൊക്കെ നിസ്കരിക്കാൻ പോവുകയാണ് വെള്ളിയാഴ്ച? ഇല്ലല്ലോ. വെള്ളിയാഴ്ച ഈ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാൻ പോയിട്ടാണോ? പക്ഷേ വെള്ളിയാഴ്ച നിസ്കരിക്കാൻ പോകാൻ എന്ന രീതിയിൽ ഇവർക്ക് അവധി കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്, അവരുടെ ക്രമപ്പെടുത്തി കൊടുത്ത്. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ അതിൽ വിട്ടുവീഴ്ച ചെയ്യണം എന്ന ഒരു രീതി നമ്മുടെ മുഖ്യധാര പത്രങ്ങൾ, പത്രമാധ്യമങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളും അന്ന് വളർത്തിയെടുത്തു എന്നതാണ് വസ്തുത. അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചല്ല, വളരെ ആസൂത്രിതമായിട്ടാണ്. എന്നാൽ ഈ മുസ്ലിങ്ങൾ ഒരു ജനവിഭാഗം എന്ന നിലക്ക് അവർ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിലും ദേശീയ പാർട്ടികളുടെ ഭാഗമായി മാറിയിട്ടില്ല എന്നതും വസ്തുതയാണ്. ഇനി നമുക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കും അവരുടെ ശക്തിയും ഒരിക്കലും മുസ്ലിം അല്ലല്ലോ. അല്ലല്ലോ, ഒരിക്കലുമല്ല. അവരാണ് ഈ കേരളത്തിൽ ആദ്യമായിട്ട് ഹിന്ദു പൊളിറ്റിക്സിൻ്റെ ഒരു അധിപന്മാരായി വരികയും അതിൻ്റെ ഗുണഭോക്താക്കളായി തീരുകയും ചെയ്തത് ഇടതുപക്ഷമാണ്. അതെ. പക്ഷേ വളരെ കുറച്ച് മുസ്ലിങ്ങളാണ് ഉള്ളതെങ്കിൽ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യുന്നൊരു രീതി വന്നു. കോൺഗ്രസ്സിലാണെങ്കിൽ ഒരിക്കലും മുസ്ലിം ഒരു ജനവിഭാഗം എന്ന നിലക്ക് അവർ കോൺഗ്രസ്സിലുണ്ടായിട്ടില്ല. കേരളത്തിലുണ്ടായിരുന്നില്ലല്ലോ. കേരളത്തിലൊരു മുസ്ലിം ലീഗല്ലേ. പിന്നെ കോൺഗ്രസ്സിലുണ്ടായിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് ദേശീയ മുസ്ലിം എന്നാണ്. അതൊരു വംശനാശം സംഭവിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്താണ് എൻഡേഞ്ചേർഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് അവർ മാറിയിട്ടുള്ളത്. ഒരിക്കലും ഒരു ജനവിഭാഗം എന്ന നിലക്ക് ഇന്ത്യയിലെ ബാക്കി ജനവിഭാഗങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പാർട്ടികളുടെയും ഭാഗമായി മാറിയ രീതിയിൽ മുസ്ലിങ്ങളായിട്ടില്ല. ഇതൊരു വസ്തുതയാണ്. ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇത് കാരണം വസ്തുതയാണത്. ഇപ്പോഴും അത് തന്നെയാണ്. മുസ്ലിം ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നാണ് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്നത്. കേരളത്തിലെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗുകാരല്ലേ? അതെ. മാർക്സിസ്റ്റുകാരാണ്? അല്ലല്ലോ. മാർക്സിസ്റ്റുകാരിൽ ചിലർ ഇങ്ങനെ വരികയും നിൽക്കുകയും അവർക്ക് ബാക്കി സൗകര്യങ്ങൾ അവർക്ക് ഇതിൻ്റെ പേരിൽ കിട്ടുകയും ചെയ്യുന്നു എന്നല്ലാതെ, അവർ വരുന്നതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് അവർ നിന്നാൽ വോട്ട് ചെയ്യും എന്നല്ലാതെ വേറൊരു പാർട്ടി നിന്ന് കഴിഞ്ഞാൽ വോട്ട് ചെയ്യില്ല. ഈ പശ്ചാത്തലത്തിലാണ് നോക്കേണ്ടത്. ഈ പശ്ചാത്തലത്തിൽ നോക്കി കാണുമ്പോഴാണ് മുസ്ലിം തീവ്രവാദികൾക്കെതിരെയുള്ള നിലപാട് സ്വീകരിക്കുന്നതിൽ UDFും LDFും ഒരുപോലെ പ്രീണന നയമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. പച്ചവെളിച്ചം ഗ്രൂപ്പിനെതിരെ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്നും ചെയ്തിട്ടില്ല.
ഈ ഇത് മുസ്ലിം തീവ്രവാദ സംഘടനകൾക്ക് പോലീസിൽ നിന്ന് വിവരം ചോർത്തി കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. സാർ, ഈ പോലീസ് ഇപ്പോൾ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ തൻ്റെ സർവീസ് കാലാവധി അവസാനിച്ച് പുറത്തു വന്നതിന് ശേഷം പറയുകയാണ് കേരളത്തിൽ തീവ്രവാദികളുടെ വലിയ തോതിലുള്ള സ്ലീപ്പർ സെൽസ് ഉണ്ട്. എന്തുകൊണ്ട് സർവീസിലിരിക്കുമ്പോൾ ഈ കാര്യം അദ്ദേഹത്തെ തുറന്നു പറയാം? DGP അല്ലേ, അപ്പോൾ സർക്കാരിനെ അത് അറിയിച്ചിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ അല്ല. DGP എന്ന നിലക്ക് അദ്ദേഹം ഇത് പൊതുജനങ്ങളോട് അപ്പം പറയാൻ പാടില്ല. പക്ഷെ സർക്കാരിനോട് പറഞ്ഞിട്ട് ആക്ഷൻ എടുപ്പിക്കാമായിരുന്നു. പക്ഷെ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട് ആക്ഷൻ എടുക്കേണ്ടതെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം താല്പര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ മതപരമായ താല്പര്യം. മുസ്ലിങ്ങളുടെ മതപരമായ താല്പര്യത്തിൻ്റെ അന്തർലീനമാണ് മുസ്ലിങ്ങൾ തീവ്രവാദവും. ആ മതപരമായ താല്പര്യങ്ങളിൽ തീവ്രവാദം അന്തർലീനമായിരിക്കെ ആ തീവ്രവാദത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഏത് ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടാലും ഏത് ഗവൺമെൻറ്റാണ് നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഫയലിൽ ഒപ്പുവെക്കുക? ഒരു ഗവൺമെൻറ്റിനെ പറഞ്ഞു തരൂ, ഉണ്ടാ? ഒരു ഗവൺമെൻറ്റും നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒപ്പുവെക്കാൻ തയ്യാറായില്ല. AK ആന്റണി ഒപ്പുവെച്ചിട്ടുണ്ടോ? ഇല്ല. EMS ഒപ്പുവെച്ചിട്ടുണ്ടോ? ഇല്ല. EK നായനാർ ഒപ്പുവെച്ചിട്ടുണ്ടോ? ആരോ ഒപ്പുവെച്ചേക്കണം? ഒറ്റ ആളും ഒപ്പുവെച്ചിട്ടില്ല. ഈ VS അച്യുതാനന്ദൻ പക്ഷേ പരസ്യമായി പറഞ്ഞിട്ടുണ്ട് 2047 ആകുമ്പോഴേക്കും കേരളം ഒരു ഇസ്ലാമിക രാജ്യമായി മാറുമെന്ന് VS ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതെ, പ്രസംഗം ഇപ്പോഴും വൈറലായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അത് VS അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്നാണ് അതിൻ്റെ വ്യാഖ്യാനം. പിന്നെ എങ്ങനെ ഉദ്ദേശിച്ചാണെന്നുള്ള കാര്യം നമുക്കറിയാനും പാടില്ല. സാറേ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അനാവശ്യമായ വളരെ കൂടിയ മുസ്ലിം പ്രീണനം CPM കാഴ്ചവെച്ചിരുന്നു. അതിൻ്റെ ഗുണമൊന്നും അവർക്ക് കിട്ടിയില്ല. UDFനാണ് കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. ശരിയാണ്. ഇപ്പോൾ സ്കൂളുകളുടെ സമയം അരമണിക്കൂർ കൂട്ടണം. അപ്പോൾ 15 മിനിറ്റ് 9:45 ചെല്ലുക, 15 മിനിറ്റ് മുമ്പേ ചെല്ലണം, 15 മിനിറ്റ് കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഇതുമൂലം ഒരുപാട് പേർക്ക് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ മുസ്ലിം സംഘടനകൾ പറയുന്നത് ഈ സമയമാറ്റം കൊണ്ട് കുട്ടികൾക്ക് മദ്രസയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ മദ്രസയിൽ പോകുന്നതിന് അനുസരിച്ച് സ്കൂൾ ടൈം മാറി. അത് വേറൊരു കാര്യമുണ്ട്. ഈ 20-25% വിദ്യാർത്ഥികൾക്ക് മദ്രസയിൽ പോകാനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി 75% വിദ്യാർത്ഥികളും സഫർ ചെയ്യണമെന്നാണ് പറഞ്ഞത്. എന്ത് ന്യായമുണ്ട് ഇതിനകത്ത്? അപ്പോൾ ഇന്നലെ വരെ അത് കേട്ടുകൊണ്ടിരുന്ന ഇപ്പോൾ CPM ആണെങ്കിൽ ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല, അവർ വേണമെങ്കിൽ അവർക്കനുസരിച്ച് സമയം ക്രമീകരിച്ചോണം. അങ്ങനെ ഒരു ആർജവം കാണിക്കുമോ? അതോ ഒരു ഒറ്റപ്പെട്ട ശബ്ദമാണോ അത്? ഏത് ഈ വിദ്യാഭ്യാസ മന്ത്രി? അല്ലെന്ന്, ഇത് ഒന്നാമത് ഇത് കൊടുത്തു കഴിഞ്ഞത് ഡിസ്ക്രിമിനേഷൻ അല്ലേ? എങ്ങനെ പറ്റും? എന്താ ഇക്വാലിറ്റി ബിഫോർ ലോ ഇവർ വേണമെന്ന് പറയുന്നതല്ലേ? അതെ. ആ ഇക്വാലിറ്റി ബിഫോർ ലോ ഇവർ വേണം എന്ന് പറയുന്ന സ്ഥിതിക്ക് ഇതെവിടെയാണ് വരുന്നത്? ഒരിടത്തും വരുന്നില്ലല്ലോ. അപ്പോൾ വീണ്ടും കീഴടങ്ങുമെന്നാണോ സാർ പറഞ്ഞു വരുന്നത്? ഏത്? മുസ്ലിം സംഘടനകളുടെ സമ്മർദ്ദത്തെ അതിജീവിക്കാനുള്ള ആർജവം CPMനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിൽ വിപ്ലവത്തിന് തൊട്ടടുത്ത് നിൽക്കുന്ന സംഘടനയല്ലേ DYFI? അവരെന്തിനാണ് നിസ്കാരത്തിന് സമയാനുവദിക്കുകയും നിസ്കാരപ്പാവ് കൊടുക്കുകയും നിസ്കാരത്തിൻ്റെ തലപ്പാവ് അണിഞ്ഞ് ഇവരൊക്കെ വരികയും ചെയ്ത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അന്ന് ആരായിരുന്നു DYFIയുടെ നേതാവ്? മുഹമ്മദ് റിയാസ് അല്ലേ? അതെ. ആ മുഹമ്മദ് റിയാസ് ഇത് ചെയ്തതല്ലേ? അത് ചെയ്തത് സെക്കുലറിസത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസ് അംഗീകരിച്ചോ? നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കീഴടങ്ങുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് മദനിക്ക് കീഴടങ്ങി, NDFന് കീഴടങ്ങി. എന്താണ് അവിലും മലരെയും കരുതിക്കോ പകത്തോളൂ. അത് ഈ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്ത് ഇവർക്കെതിരെ എന്ത് ചെയ്ത കാര്യം പറ സാറേ. ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയെ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാം നിരയിലുള്ള നേതാക്കളെല്ലാം പിടിച്ച് അറസ്റ്റാക്കി. ഇവരുടെ 2ാം നിര 3ാം നിര നേതാക്കളും അണികളും എവിടെ? അവർ മറ്റു പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടില്ലേ? ഇപ്പോഴും സ്ലീപ്പർ സെല്ലായിട്ട് നമുക്ക് ചുറ്റുമില്ലേ? അവർ ഉറപ്പായിട്ടുണ്ടല്ലോ. മറ്റ് പാർട്ടികളിലേക്ക് നുഴഞ്ഞു കയറാതെ നിൽക്കുന്നവരുമുണ്ട്. മറ്റ് പാർട്ടികളിൽ അത് സിമിയുടെ കാലം തുടങ്ങി നുഴഞ്ഞുകയറ്റം തുടങ്ങിയതല്ലേ? അബ്ദുൽ സമദ് സമദാനി, ET മുഹമ്മദ് ബഷീർ, KT ജലീൽ, പിന്നെ മുഹമ്മദ് റിയാസ്, T സിദ്ദിഖ്, ഇങ്ങനെ എത്ര പേരുണ്ട്?
പെട്ടെന്ന് മനസ്സിൽ തോന്നിയവരുടെ കാര്യം പറഞ്ഞാണ്, വേറെയും ഉണ്ട്. ഇവരൊക്കെ സിമിയിൽ നിന്ന് വന്നവരല്ലേ. സിമിയിൽ നിന്ന് വന്നിട്ട് മറ്റു പാർട്ടികളിൽ ഇവർ നുഴഞ്ഞു കയറിയവരാണ്. ഇവരുടെ അനുയായികളും ശിങ്കിടികളും ആ അതത് പാർട്ടികളിൽ സുരക്ഷിതരായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതെന്താ ഒരു മാറ്റം സംഭവിച്ചേക്കണം? അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദം, PFI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ളവരെ കുറിച്ച് വ്യക്തമായ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിട്ടും ഒരു നടപടിയും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് സ്വീകരിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്തുകൊണ്ട്? ആർക്ക് വേണ്ടി? ഒരു മറുപടി കിട്ടണമല്ലോ. ഇത് വേറെ സംഘടനകൾക്ക് ഇദ്ദേഹം അനുവദിക്കുന്നുണ്ടോ? ഇത്ര പ്രകടമായി രാജ്യദ്രോഹപരമായ നിലപാട് സ്വീകരിക്കുകയും സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുകയും സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ മതത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയിൽപ്പെട്ട പ്രവർത്തകർക്ക് ഒളിജീവിതം നയിക്കാനും തെളിജീവിതം നയിക്കാനും അരങ്ങൊരുക്കി കിടക്കുന്ന ഒരു ഗവൺമെൻറ്റായി പിണറായിയുടെ സർക്കാർ മാറിയില്ലേ? അത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി? എന്തിനു വേണ്ടി? ഈ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടണ്ടേ? UDF ചോദിക്കില്ല. എന്താ കാരണം? മുസ്ലിം ലീഗിന് ഇഷ്ടപ്പെടില്ല. അവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ സതീശന് ഇഷ്ടപ്പെടില്ല. ഇവർ രണ്ടു കൂട്ടരും മത്സരിക്കുന്ന ആരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ്? ഈ തീവ്രവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെ. മദനിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, ജമാഅത്തെ ഇസ്ലാമിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, സിമിയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്, PFIയെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇവർ മത്സരിക്കല്ലേ? ഞങ്ങളാണെന്ന് പറയല്ലേ? അല്ലാതെ നിങ്ങൾ ഈ ചെയ്യുന്നത് തെറ്റാണ്, ഇത് ഈ രാജ്യത്തിന് നല്ല ഗുണകരമല്ല, ഞങ്ങളതിനെ നിഷേധിക്കുന്നു, ഞങ്ങളതിനെ എതിർക്കുമെന്ന് ഇവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ എൻ്റെ അറിവിലില്ല. അത് പറയാതെ എങ്ങനെയാണ് ശരിയാവുന്നത്? അത് പറഞ്ഞ് ശരിയാക്കണ്ടേ? അതെ. അപ്പോൾ അതുകൊണ്ട് PFIക്കെതിരെ ഇപ്പോഴും ഒരു നടപടി ശക്തമായിട്ടെടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒത്താശ ചെയ്യുന്നവരാണ് സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.